ദൃശ്യം 3 റിലീസായി. സിനിമ കണ്ടാലും ഇല്ലെങ്കിലും ഓരോ ബിസിനസ്സുകാരനും ജോർജ് കുട്ടിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്: റെക്കോർഡ് കീപ്പിംഗ്. ഓഗസ്റ്റ് 2 ചായ കുടിച്ച ബില്ല് വരെ ജോർജ് കുട്ടി സൂക്ഷിച്ചു വെച്ചത് ഓർമ്മയില്ലേ? സിനിമയിൽ അത് പോലീസിനെ തോൽപ്പിക്കാനാണെങ്കിൽ ബിസിനസ്സിൽ അത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ നേരിടാനാണ്. നമ്മുടെ നാട്ടിലെ പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് ലാഭമില്ലാത്തത് കൊണ്ടല്ല, പകരം കൃത്യമായ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് വരുമ്പോൾ വെറും കഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജോർജ് കുട്ടിയെ പോലെ തെളിവുകൾ നിരത്തണം. ബിസിനസ്സിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ട 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ: ഫസ്റ്റ്, GST ബില്ലിംഗ്. ഓരോ രൂപയുടെ ഇടപാടിനും ബില്ല് ഉറപ്പാക്കുക. സെക്കൻഡ്, എക്സ്പെൻസ് ട്രാക്കിംഗ്. ചെറിയ ചിലവുകൾ പോലും കൃത്യമായി റെക്കോർഡ് ചെയ്യുക. തേർഡ്, ഓഡിറ്റ് ട്രയൽ. പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഓർക്കുക, നിയമപ്രകാരം നിങ്ങളുടെ ബിസിനസ് ബില്ലുകളും അക്കൗണ്ട്സും കുറഞ്ഞത് 6 വർഷമെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ജോർജ് കുട്ടിക്ക് പോലീസിനെ തോൽപ്പിക്കാൻ 6ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി മതിയാകും. പക്ഷെ ബിസിനസിനെ സുരക്ഷിതമാക്കാൻ കൃത്യമായ ടാക്സ് പ്ലാനിംഗ് തന്നെ വേണം. ഇനി ജോർജ് കുട്ടിയെ പോലെ വ്യാജ ബില്ലുകൾ ഉണ്ടാക്കാൻ നോക്കിയാൽ കളി മാറും. GST ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ AI-യും ഡേറ്റ അനലിറ്റിക്സും ഒക്കെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് കണ്ടുപിടിക്കുന്നത്. പിഴയും ജയിൽ ശിക്ഷയും വരെ കിട്ടാവുന്ന കുറ്റമാണിത്. നിങ്ങൾ ദൃശ്യം 3 കണ്ടോ? കമന്റ് yes or no.